ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഒരു നിമിഷം നമ്മളെ വിട്ടുപോയ ഗുരുക്കന്മാരും നമ്മുടെ സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു നിമിഷം മൗനം. അടുത്തത് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ സ്വാഗതം പറയാനായിട്ട് ശ്രീ രാജൻ ചിങ്ങവന ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുകയാണ്. വേദിയിലും സരസിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. 1975 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും പല വഴി പിരിഞ്ഞു പോയവരുടെ ഒരു സംഗമമാണ് ഇന്ന് നടക്കുന്നത്. അതായത് 50 വർഷം, കൃത്യം 1/2 നൂറ്റാണ്ട് പിന്നിട്ട ശേഷം ഒത്തുചേരുകയാണ് ഇവിടെ. ഇതിനിടയിൽ നമ്മുടെ ഇടയിൽ ഈ ആൾക്കാരെല്ലാം പരസ്പരം അന്വേഷിക്കുന്നുണ്ട്. 1-2 പേര് കാണുമ്പോൾ മറ്റവനെവിടെ, അയാളെവിടെ, ഇയാളെവിടെ എന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ചിന്തയുടെ ഭാഗം കൂടിയാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേരാൻ ഇടയായത്. ശ്രീ വേണു, കുറ്റിക്കാട് വേണു, ഞങ്ങളൊക്കെ പരസ്പരം കാണുമ്പോൾ നമുക്കൊന്ന് കൂടണ്ടേ, 50 വർഷത്തോളം ആകുന്നില്ലേ ഇങ്ങനെ നമ്മൾ പിരിഞ്ഞു പോയിട്ട്, എല്ലാവരും ഒന്ന് കാണണ്ടേ, ഓരോരുത്തരുടെ പേര് പറയും, അവരെവിടെയാണെന്ന് അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ജനുവരി കൃത്യം പറഞ്ഞ 7-ാം തീയതി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വെറും 8 പേരുമായിട്ട് തുടങ്ങി. അതിനുശേഷം ശ്രീ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വെച്ച് ഒരു ചെറിയ മീറ്റിംഗ് നടത്തി. അത് 12 പേര് പങ്കെടുത്തു. അതങ്ങനെ ഓരോ മാസവും വർദ്ധിച്ച് ഇന്ന് ഏകദേശം 250ഓളം അംഗങ്ങളുള്ള ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ സംഘടന. അപ്പോൾ ആ സംഘടനയിൽ എല്ലാവരും ഒന്നിച്ചു ചേരുന്നു. ഇതിൽ നല്ല കർഷകരുണ്ട്, നല്ല കൽപ്പണിക്കാരുണ്ട്, നല്ല ഡ്രൈവർമാരുണ്ട്, നല്ല പാട്ടുകാരുണ്ട്. ഏത് മേഖലയിൽ ചെന്ന് വിട്ടോ, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ, രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ, എവിടെ ചെന്നോ അവിടെയെല്ലാം സ്വന്തം വ്യക്തിമുദ്ര ആഴത്തിൽ പതിപ്പിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ആദ്യം ഞങ്ങൾ ചെയ്തത്, ഈ സമൂഹം 50 വർഷം കൊണ്ട് നമ്മൾക്ക് തന്ന ഡോക്ടറേറ്റും പ്രൊഫസർഷിപ്പും എഞ്ചിനീയർഷിപ്പും സൂപ്രണ്ട് ലിസ്റ്റും അതെല്ലാം അങ്ങ് താഴ്ത്തി വെച്ചിട്ട് വെറും പേരുകൾ മാത്രമുള്ള വ്യക്തികളായിട്ട് ഞങ്ങൾ മാറി. അതായത് 1975 പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വിളിച്ചിരുന്നോ ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മയായിട്ട് മാറി. മാത്രമല്ല ഈ സംഘടനയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ചെയർമാനും സെക്രട്ടറിയും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ജോയിന്റ് സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ അങ്ങനെ ഒരാളില്ല. ആരും ആരുടെയും കീഴിലല്ല വർക്ക് ചെയ്യുന്നത്. എല്ലാവരും അവരവരെ ഏൽപ്പിച്ച ജോലികൾ വളരെ കൃത്യനിഷ്ഠയോടും ആർജവത്തോടും കൂടി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും അംഗത്വമുള്ള ഒരു സംഘടനയായിട്ട് ഇത് വളർന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും സംഘടന അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു ഇത് വളർന്നു വന്നത്. ഒരു സാറന്മാരില്ലാത്ത ക്ലാസ് മാതിരിയാണ്. പല സ്വഭാവക്കാര്, ഒരാൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാൾ, ഇന്ന് ഞാൻ വാക്കൗട്ട് അടിക്കും, നാളെ തിരിച്ചു വരും. ഞാൻ പാടിയ പാട്ടിന് 4 ലൈക്കേ കണ്ടുള്ളൂ, മറ്റവൻ പാടിയതിന് 7 ലൈക്ക് കണ്ടു, അതുകൊണ്ട് ഞാൻ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞവര്. അങ്ങനെയുള്ള വളരെ കുട്ടിത്തമുള്ള, നല്ല ആർജവത്തോടെ കുട്ടിത്തം കാണിക്കുന്ന ഒരു കൂട്ടായ്മയും കൂടിയാണിത്. പക്ഷെ എല്ലാവരും അവസാനം നല്ല നിലയിൽ തന്നെ അതിനോട് യോജിച്ചു പോയി. സഹോദരിമാരോടൊരു കാര്യം പറയാനുള്ളത്, ക്ഷമകേടുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഈ സംഘടനയിലോട്ട് ഇട്ടാൽ മതി, നല്ല ക്ഷമയോടെ തിരിച്ചു തരാൻ. അപ്പോൾ ഞാൻ എൻ്റെ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒരുപാട് കഴിഞ്ഞു. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ വേണുഗോപാൽ കുറ്റിക്കാട്ടിലാണ്. വേണുഗോപാൽ ഇപ്പോഴും
ബിസിനസ് രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ്. സാമൂഹികമായിട്ടുമുണ്ട്. അദ്ദേഹം ഈ സംഘടനയുടെ ചെയർമാൻഷിപ്പ് വഹിക്കുന്നുണ്ട്. അതിൽ നമ്മളെല്ലാം സന്തുഷ്ടരാണ്. അദ്ദേഹത്തെ ഒരു കയ്യടിയോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിലേക്ക്. ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ ജയകുമാറാണ്. ഇന്ന് ഈ രംഗത്ത്, ചലച്ചിത്ര രംഗത്ത് നമ്മൾക്ക് ഏറ്റവും അഭിമാനപൂർവ്വം കരുനാഗപ്പള്ളിക്ക് വെക്കാനുള്ള ഒരാളാണ് ജയകുമാർ. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഷെഡ്യൂളിലായിരുന്നു, ഷൂട്ടിന്റെ ഷെഡ്യൂളിലായിരുന്നു. എങ്ങനെയെങ്കിലും അത് മാറ്റി വെച്ചിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുമെന്ന് ഒരു ഉറപ്പ് തന്നു. പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമില്ലായിരുന്നു ഈ നിമിഷം വരെ. പക്ഷെ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ. ഭാവി പരിപാടി അവതരണം ശ്രീ എം പ്രസന്നകുമാറാണ്. അദ്ദേഹം ഒരു വലിയ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത് വന്നിരിക്കുന്ന ആളാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ കമാൻഡോ എന്ന് പറയും. ആരെങ്കിലും ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആ ആളെ ഗ്രൂപ്പിൽ ചേർത്തിട്ടല്ലാതെ പുള്ളി ഉറങ്ങിയിട്ടില്ല ഈ കാലത്ത്. എന്നും അദ്ദേഹം അങ്ങനെയാണ്. രാവിലെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങും. പോയി കണ്ടുപിടിച്ചിട്ടേ വരുള്ളൂ, തിരിച്ചു വരുള്ളൂ. അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ ഫലമാണ് ഈ ഒരു 50-60% അംഗത്വങ്ങൾ. അപ്പം അദ്ദേഹത്തെ വളരെ ഊഷ്മളമായി നമ്മൾ സ്വാഗതം ചെയ്യണം ഇതിലേക്ക്. ശ്രീ അബ്ദുൽ നാസർ, അദ്ദേഹം ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. ഈ സംഘടനയുടെ ചരിത്ര ലേഖനങ്ങൾ എഴുതി വെക്കുന്ന ആളാണ്. എന്ത് നടന്നു, ആരെന്ത് പറഞ്ഞു, ഇത്യാദി കാര്യങ്ങൾ, എത്ര പേര് സംഘടിച്ചു എന്നെല്ലാം അദ്ദേഹത്തിന്റെ നോട്ട് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി കാണാം. ഈ സംഘടന മുന്നോട്ട് പോകുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു, ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നതിലേക്ക്. നമ്മുടെ ഒരു തത്സമയ ചിത്രകാരനുണ്ട്, വളരെ ഫേമസ് ആണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ളതാണ്, ശ്രീപ്രകാശ്, SN ശ്രീപ്രകാശ്. ഒരു പക്ഷേ നമ്മള് കണ്ടാൽ ഫ്രീക്കനാണെന്ന് തോന്നുമെങ്കിലും 75 തന്നെയാണ്. അപ്പോ നമ്മളുടെ ഈ നോട്ടീസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളുടെ 75-ലെ ആ ഹൈസ്കൂളിനെ അതുപോലെ ഒരു ബേർഡ് വ്യൂ, ഒരു പക്ഷി എങ്ങനെ കാണുമോ ആ രീതിയിൽ പുനരാവിഷ്കരിച്ച് സ്കെച്ച് ചെയ്ത് നമ്മൾക്ക് തന്ന ആളാണ്. കൈയടിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ശ്രീലത ടീച്ചറിനെ പറ്റി ഞങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. കരുനാഗപ്പള്ളി സ്കൂളിന്റെ ജീവനാണ്. പഠിച്ചു, പഠിപ്പിച്ചു, പിന്നെ ഇപ്പൊ നയിക്കുന്നു. ശ്രീലത ടീച്ചർ കരുനാഗപ്പള്ളി ഹൈസ്കൂളിന് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല ടീച്ചറിനെ. ടീച്ചറിന്റെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമാണ്. ടീച്ചറിനെ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒപ്പം അടുത്തുള്ളത് സരിത ടീച്ചറാണ്. സരിത ടീച്ചറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു ജയൻ മോഹനുണ്ട്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ടീച്ചർ. കൂടാതെ നമ്മൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മളുടെ ബോയ്സ് ഹൈസ്കൂളിന് 100% വിജയം നേടിക്കൊടുക്കുന്നതിലേക്ക് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. വളരെ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ടീച്ചറെ ഞങ്ങൾ ഈ വേദിയിലേക്ക്. ഒരു എഴുത്തുകാരനുണ്ടോ, VR അജിത് കുമാർ. അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. സ്ഥലത്തില്ല, തമിഴ്നാട്ടിലാണ്. പക്ഷെ ഒരു വരട്ടി. കാരണം താനും പഠിച്ചത് ഈ സ്കൂളിൽ തന്നെ 1975 ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വരാൻ തയ്യാറായി. അദ്ദേഹമാണ് VR അജിത് കുമാർ. അദ്ദേഹം ഒരുപാട് നേട്ടം, നോവലുകൾ എഴുതിയിട്ടുണ്ട്, TV ഡയറക്ടർ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ യാത്രാ വിവരണങ്ങളും ചെറുകഥകളും അങ്ങനെ 7ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന, ഞങ്ങളോടൊപ്പം പഠിച്ച ഞങ്ങളുടെ അഭിമാനമായ VR അജിത് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു ഇതിലേക്ക്. ആ പൂവെടുത്ത ആളെ ഒന്ന് വ്യക്തമായി ശ്രദ്ധിച്ചോണേ എല്ലാവരും. കരുനാഗപ്പള്ളിയുടെ ചാലക ശക്തിയാണത്. എല്ലാവർക്കും പെട്രോൾ കൊടുത്തിട്ട് ഓടിക്കുക, പൈസ വാങ്ങിക്കുന്നുള്ളത് അസുഖം. പക്ഷെ നമ്മുടെ പെട്രോൾ നൽകുന്ന അദ്ദേഹമാണ്. ഈ സംഘടനയ്ക്ക് ഒരു പെട്രോളാണ് അദ്ദേഹം. എപ്പോഴും ഊർജ്ജം നൽകിക്കൊണ്ടേയിരിക്കും. വളരെ ചിരിയോടുകൂടി, സന്തോഷത്തോടുകൂടി ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീ അബ്ദുൽ വഹാബിനെ സഹർഷം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. മറ്റൊന്ന് ശ്രീ A. രമേശ്. അദ്ദേഹം ഒരു തട്ടിപ്പിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ വന്ന ശേഷം വളരെ സരസനായി.
ഇപ്പൊ പറഞ്ഞ് അദ്ദേഹം വലിയൊരു അഭിനേതാവ് വരെ ആയിരിക്കുകയാണ്. ചില ബുക്കിംഗ് പോലും കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അദ്ദേഹം പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൊണ്ട് പൂവെടുത്ത ആളാണ് അടുത്തത് ശ്രീ എ മോഹൻ. പോലീസ് കണ്ടപ്പോഴേ മനസ്സിലാക്കാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നെന്ന്. ആണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അടുക്കും ചിട്ടയോടും കൂടി ഞങ്ങളെ എല്ലാം വളരെ പറഞ്ഞു പറ്റിച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി സംഘടനയെ ഈ രൂപത്തിലെത്തിച്ചതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മൾക്കൊരു ട്രഷററുണ്ട്. ആദ്യകാലത്ത് എല്ലാവർക്കും വളരെ പ്രയാസമായിരുന്നു, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോഴാണ് ഞങ്ങൾ കണ്ടുപിടിച്ച് ഒരു ട്രഷറെ കണ്ടുപിടിച്ചു. കണ്ടാൽ പ്രായം തോന്നിക്കും, പക്ഷെ അതും 75 ബാച്ച് തന്നെയാണ്. എസ് ശശികുമാർ. അദ്ദേഹം ഈ സംഘടനയുടെ ഒരു വലിയ ചാലക ശക്തിയാണ്. ആത്മാർത്ഥമായി സഹർഷം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് രംഗത്ത് ഈ സമയത്തിന്റെ ഭാഗമല്ലാതെ ഒരു നാടകം നടക്കുന്നുണ്ട്. പേര് അളിയ നീയോ. അപ്പോ ആ നാടകം എഴുതിയത് വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ശിഹാബുദ്ദീൻ എന്നാണ്. സ്ഥലം കരുനാഗപ്പള്ളിയാണ്. മറിമായം കണ്ട് ചിരിക്കാത്ത ആരും ഇതിനകത്ത് ഉണ്ടാവില്ല. ആ മറിമായത്തിന്റെ കർത്താവാണ് ശ്രീ ശിഹാബുദ്ദീൻ. അദ്ദേഹം ഭാഗ്യവശാൽ ഞങ്ങളുടെ ബാച്ച്മേറ്റും കൂടിയാണ്. ഇന്നിവിടെ അദ്ദേഹം ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ആ നാടകത്തിന്റെ പേരാണ് അളിയ നീയോ. അപ്പോ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും എത്തിയില്ലെങ്കിൽ ഈ സമ്മേളനത്തിന് യാതൊരു അർത്ഥമില്ലാതെ ആകുമായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള പഴയ 75 സ്റ്റൈലിൽ പറഞ്ഞാൽ അളിയന്മാര്, അവരുടെ കൂടെ എത്തിയിട്ടുള്ള സഹോദരിമാര്, നിങ്ങൾ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെ ഞങ്ങൾ വളരെ വിനയപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. കൂടാതെ ഈ വന്ന കൂട്ടത്തിൽ നമ്മൾക്ക് വേണ്ടി വളരെ പ്രയാസം, ഞങ്ങളൊക്കെ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിച്ച് വന്നവരുണ്ട്. ഹരികുമാർ ബോംബെയിൽ നിന്നും ബിസിനസിന്റെ എല്ലാ തിരക്കും ഒഴിവാക്കിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹരികുമാർ എഴുന്നേറ്റ് തന്നെ. ഹരികുമാർ വേണുഗോപാൽ ബഹറിൽ നിന്നും പറഞ്ഞെത്തിയിരിക്കുകയാണ്. ഓമനക്കുട്ടൻ ഗോവയിൽ നിന്ന് എത്തിയിരിക്കുന്നു. രാജു ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിരിക്കുന്നു. ഇവരെയൊക്കെ നമ്മൾ കൂടുതൽ അടുത്ത് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അല്പം സമയ പരിമിതി കാരണം അതിലേക്ക് കിടക്കുന്നില്ല. നമ്മൾക്ക് അടുത്തൊരു പ്രോഗ്രാം ഉള്ളത് വളരെ വളരെ രസകരമായ ഒരു പ്രോഗ്രാമാണ്. നമ്മളുടെ 70-ലെ 80-കളിലെ 90-കളിലെ പാട്ടുകൾ, അതിൻ്റെ പിന്നാമ്പുറ കഥകൾ, അതിൻ്റെ അർത്ഥതലങ്ങൾ, ഭാവതലങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് ആലപ്പുഴ SB കോളേജിലെ മലയാളം അസോസിയേറ്റ് പ്രൊഫസറായ ശ്രീ ഡോക്ടർ സജിത് ഏവൂരറ്റ് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം അത് പാട്ടുകൾ അവതരിപ്പിക്കും. ആ പാട്ട് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ അഭിമാനമായ ബിനു സരിക പാടുകയും ചെയ്യും. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. യാതൊരു കാരണവശാലും പോകരുത്. അതിന് അവരെയും കൂടി ഈ വേദിയിലേക്കല്ലെങ്കിലും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം കീബോർഡിന് ഡോക്ടർ റിജോ സൈമൺ തോമസ് ആണുള്ളത്. അദ്ദേഹത്തെയും നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം അത്താഴ വിരുന്ന്. ഒരാൾ പോലും എല്ലാവർക്കും അത്താഴം ഒരുക്കിയിട്ടുണ്ട്. നല്ല അത്താഴം ഒരുക്കിയിട്ടുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് പോകരുത്. എല്ലാവരും അതുവരെ ഉണ്ടാകണം. നമ്മളൊരു 8-8:30 മണിയോടുകൂടി എല്ലാ പരിപാടിയും അവസാനിപ്പിക്കും. അതിനുവേണ്ടി എല്ലാവരും ദയവ് ചെയ്ത് അതിൽ പങ്കെടുത്ത ശേഷമേ പോകാവൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് പിന്മാറുന്നു. താങ്ക് യു. അടുത്തായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കാരണം പേരെടുത്ത് പറയാൻ സമയം അനുവദിക്കുന്നില്ല. കാരണം ഒരുപാട് കാര്യം ഇനി ഇവിടെ പരിപാടികൾ നടത്താനുണ്ട്. അതുകൊണ്ട് ഈ ചെയർമാൻ സ്ഥാനവും പോസ്റ്റുകളും ഒക്കെ രാജ്യം പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാനും അറിഞ്ഞില്ല ചെയർമാനാണ്. ഇപ്പോൾ കുറച്ച് ആൾ ഇവിടെ അടുത്ത കാലത്ത് നമുക്കും പോസ്റ്റ് കിട്ടിയത്. ഇതെല്ലാം എന്തായാലും അത് ശിരസ വഹിക്കുന്നു. ഈ കൂട്ടായ്മ
എന്തുകൊണ്ടും ഇത് ഒരു ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഈ സുവർണ സംഗമം എ മുതൽ എം വരെയുള്ള ഡിവിഷനിലെ എല്ലാവരെയും സംഘടിപ്പിക്കണമെങ്കിൽ ചെറിയ കാര്യമല്ല. അത് പ്രസന്നനും രാജനും ശശിയൊക്കെ എടുത്ത് ഇതിനകത്തെ ഭയങ്കര ഒരു എഫർട്ടാണ് എടുത്തേക്കുന്നത്. അത് പറഞ്ഞാൽ തീരത്തില്ല. കാരണം അവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ പോയി, ടീച്ചർമാരുടെ വീടുകളിൽ പോയി, ഇതിനെല്ലാം എന്നെ വളരെ വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചില്ല. അത് കൂടുതലും നമ്മളെ തിരക്കുണ്ടായിരിക്കാം. അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും. അവർ പറയുന്ന കാര്യങ്ങൾക്കും കൂട്ടായി നിന്ന് ശ്രമിച്ച് ഇങ്ങനൊരു ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിന് എന്തുകൊണ്ടും അവരോട് നന്ദി പറയുകയാണ്. അതുപോലെ ഇത്രയും കാരണം നമ്മൾ ഈ പിന്നെ പഴയ കരുനാഗപ്പള്ളി സ്കൂളെന്ന് പറഞ്ഞാൽ പഴയത് കണ്ടാൽ നമുക്കറിയാമല്ലോ. ഞങ്ങളൊക്കെ പഠിച്ച സമയത്തുള്ള സ്കൂളും ഇപ്പോഴത്തെ സ്കൂളും ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തെല്ലാം അനുഗ്രഹമാണ് കിട്ടിയേക്കുന്നത്. ഹൈടെക് AC, ഫാന്. ഇന്ന് നമുക്ക് അന്ന് ഞങ്ങൾക്ക് ഫാനും വല്ലതും ഉണ്ടോ? ഞങ്ങൾ ടീച്ചർമാർ വരുന്നു വടി കണ്ട പേടിച്ച് പപ്പാ സാറിനെയൊക്കെ കമ്പിളി അരങ്ങത്തോടെ എടുത്ത് എറിയുന്നതൊക്കെ ഞങ്ങളുടെ അന്നത്തെ ശശിയും ഞങ്ങളും എല്ലാം കൂടെ. കാരണം എന്നിട്ട് പപ്പാ സാറിൻ്റെ ഇന്ന് നിർത്താതുള്ള അടി, ഇതെല്ലാം കണ്ടും കേട്ടും വളർന്നുകൊണ്ട് ആ പേടി ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് ടീച്ചർമാരെ കാണുമ്പോൾ. കാരണം ആ പേടിയിലാണ് ഞങ്ങൾ വളർന്നത്. പിന്നെ വീട്ടിലും അറിയാമല്ലോ, വീട്ടിലൊക്കെ ഭയങ്കര കൺട്രോളിലാണ് ഞങ്ങളെ വളർത്തിയത്. ആ ഒരു പേടിയും ഭയവും ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ലല്ലോ വളരുന്നത്. ഇതെല്ലാം ഇപ്പം കഞ്ചാവും ആ ഒരു രീതിയിലോട്ട് പോയി. ഇപ്പോഴത്തെ ഈ യുഗത്തിൽ നടക്കുന്ന എന്തുവാണെന്ന് അറിഞ്ഞൂടാ. അച്ഛനെ മക്കളെയും മക്കൾക്ക് അച്ഛനെയും അമ്മയും തിരിച്ചറിയാനൊക്കുന്നില്ല. വല്ലാത്തൊരു കാലഘട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയിടാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് കൊണ്ടേ നമുക്ക് സാധിക്കത്തുള്ളൂ. കാരണം ഇന്ന് ഈ ടീച്ചർമാരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടി. അവരുടെ ആ കണ്ണ് നിറയുന്നത് നമുക്ക് കാണാം. കാരണം അത്ര സന്തോഷം, ആ ഒരു ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ എത്തിയ ഓരോ ഗുരുക്കന്മാരോടും പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതലായിട്ട് സംസാരിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രശസ്ത സിനിമാ സീരിയൽ താരം ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുമായ ശ്രീ ജയകുമാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീമാൻ കുറ്റിക്കാട്ടിൽ വേണുഗോപാലൻ ചേട്ടൻ, തൊട്ടടുത്തിരിക്കുന്ന ശശികുമാരൻ ചേട്ടൻ, രാജേട്ടൻ എന്ന് ഞാൻ വിളിക്കാറുള്ള രാജൻ ചേട്ടൻ തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഈ കൊച്ചു സഹോദരൻ്റെ കൂട്ടുന്നു. ഈ അവസരത്തിൽ എനിക്ക് 2-3 പേർക്ക് 2-3 ചേട്ടന്മാർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അതായത് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച, മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്നെ ക്ഷണിച്ച ഇലക്ട്രിക്കൽ വകുപ്പിൽ നിന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് എന്നോ പെൻഷനായി പോയ ശ്രീമാൻ രാജൻ ചേട്ടൻ, പിന്നീട് സർവേ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി ഏതോ ഒരു കാലത്ത് പെൻഷനായി പോയ ഷിഹാവുദ്ദീനിക്ക സാറും, പിന്നെ വക്കീലന്മാർക്ക് പിന്നെ പെൻഷൻ പ്രായമില്ലല്ലോ, 90 വയസ്സായാലും പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയുള്ള അഭികുമാരൻ ചേട്ടൻ, ഇവർക്ക് ഈ കൊച്ചനുജൻ്റെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ 1974 10ാം ക്ലാസ് കഴിഞ്ഞത്. അതിവിടെ നിന്നായിരുന്നില്ല, പാലക്കാട് NSS ഹൈസ്കൂൾ അകത്തെത്തറയിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 8ാം ക്ലാസ്സിൽ കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യാണ്. 8, 9 2 ക്ലാസ്സുകൾ. അപ്പോൾ അന്നത്തെ കാലത്തെ HM പപ്പാ സാർ എന്ന് വിളിക്കപ്പെടുന്ന രാഘവൻ നായർ സാറുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ച രാമൻ നായർ സാറുണ്ടായിരുന്നു. ഹിന്ദി പഠിപ്പിച്ചിരുന്ന രാമൻ നായർ സാറുണ്ടായിരുന്നു. അദ്ദേഹം ആരെയും ഏതെങ്കിലും പേരിട്ട് വിളിക്കുക, ഏതെങ്കിലും ഒരു എഴുന്നേറ്റാൽ മതി. അതാ കൃഷ്ണ നീ എഴുതിക്കടാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി ആയിരിക്കുന്നത്.
അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ മലയാളം പഠിപ്പിച്ച പൂർത്തി സാർ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അനേകം അധ്യാപകർ, നല്ല അധ്യാപകർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഹൈസ്കൂൾ, നമ്മുടെ കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന കനകൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. കനകൻ ആൾ സാധുവാണ്, പഠിക്കാൻ വലിയ മിടുക്കനൊന്നുമല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പം ഞാനൊക്കെ പഠിത്തക്കാരൻ എന്നുള്ള ലെവലിൽ അഭിനയിച്ച് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരാണ്. കനകനൊക്കെ ബാക്ക് ബെഞ്ചിലാണ്. അപ്പം കനകൻ, അന്ന് കാലത്ത് കനകന് സൈക്കിളുണ്ട്. അന്ന് സൈക്കിൾ സ്കൂളിൽ വരിക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ലംബോർഗിനിയിലോ ബെൻസിലോ ഒക്കെ മാറി വരുന്നതിന് തുല്യമാണ്. അങ്ങനെ കനകൻ എൻ്റെ വീട്ടിൽ നിന്നൊരു 4 കിലോമീറ്റർ പടിഞ്ഞാറ്. കനകൻ സൈക്കിളിൽ വരുന്നു. വന്ന് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഡെയിലി ബെല്ലടിക്കും. ആ സമയത്ത് ഞാൻ ബസ്സിന് പോകാനെന്ന വ്യാജേന വീട്ടിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 10, 20 പൈസ വാങ്ങിച്ച് കനകൻ്റെ സൈക്കിളിൻ്റെ പുറകെ കയറി സ്കൂളിൽ പോകും. എന്നിട്ട് തിരിച്ച് കൃത്യമായിട്ട് പരിഹരിച്ചു. അങ്ങനെ 20 പൈസ ഡെയിലി സമ്പാദ്യശീലം അന്നേ എനിക്കുണ്ട്. അപ്പോൾ കനക പല ദിവസങ്ങളും ചോദിച്ചു, ജയമർ ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം പോലും അകത്തോട്ടൊന്നും വരാൻ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കനകനൊരു കാര്യമുണ്ട്, ഇതാണ് കാര്യം. കനകനെ ഒരു ദിവസം വിളിക്കുന്നുണ്ട്, ഈ 20 പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ കനകൻ ഇങ്ങനെ ഡെയിലി എന്നെ സൈക്കിൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ കനകനെ ബുദ്ധി ഉപദേശിക്കുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, അന്നത്തെ കാലത്താണെങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിലും എനിക്കെന്തെങ്കിലും കൊനഷ്ട ബുദ്ധി എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ തോന്നും. ഉദ്ഘാടന ചടങ്ങുകളാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. അപ്പോൾ അത് ഞാൻ ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ കവിത ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്യുന്ന കവിതയാണ്. അതുകൊണ്ട് ദേവി ഇത് പിരിഞ്ഞു പോകരുത് എന്ന് കവിത. ഇപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോൺ വിളിക്കാറുണ്ട്. ചില സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ DSP SP റാങ്കിലുള്ളവരൊക്കെ വിളിച്ചിട്ട് ചേട്ടാ ഒന്ന് അത്യാവശ്യമൊക്കെ വിടുന്നവർ വരണം, ലാത്തി ചാർജോ വെടിവെട്ടോ വരെ സംഭവിക്കാനുള്ളൊരു പ്രശ്നത്തിനില്ല. ഞാൻ ചോദിക്കും എന്താ കാര്യം? അല്ല, ചേട്ടനെ വിടുന്ന ഒരു കവിത ചൊല്ലണം, അത് ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു കവിത ചൊല്ലി നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ എഴുതിയ ഒരു കവിത കരിമന്തികൾ എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഞാൻ തന്നെ ട്യൂൺ ചെയ്തതാണ്. അത് ഞാനൊന്ന് ചൊല്ലാം. നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്, 150 കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. തെലുങ്കിൽ വരെ കവിത എഴുതിയിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, പിന്നെ നമ്മുടെ ബംഗാളി ഭാഷയിൽ. ഈ കരിമന്തികൾ എന്നുള്ള കവിത എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു കവിതയാണ്. ഞാൻ ഈ കവിതകളൊക്കെ ഞാൻ തന്നെ പാടിയിട്ട് ഞാൻ തന്നെ എഴുന്നേറ്റ് കൈയടിക്കാറുണ്ട്. കരിമന്തികൾ കടുക് വീർത്ത നീലരാവിൽ. കരിമന്തി വായി വരുന്ന എഴുതുന്നതുകൊണ്ട് ഒന്നും ഓടി നിൽക്കത്തില്ല. കരിമന്തികൾ കടുക് വീർത്ത നീലരാവിൽ. അത് വേണ്ട, പോട്ടെ, അത് ഓർമ്മയില്ല. അതിന് പകരം ഞാനൊരു തെലുങ്ക് കവിത നിങ്ങൾക്കായി. തെലുങ്ക് കവിത ഞാൻ കോസലപ്രിഞ്ചകടേ ലോടക കോസലപ്രിഞ്ചകടേ ലുടുലുടുമൃഞ്ചം തടുകുടുലിഞ്ചം ചടപടത്രിഞ്ചം പടതികത്രിഞ്ചം കോസലപ്രിഞ്ചകടേ കോസലപ്രിഞ്ചകടേ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീ ജയകുമാറിനോട് ഒരു അപേക്ഷ കൂടിയുണ്ട്. നമ്മളുടെ ജനറൽ കൺവീനർ ശ്രീ പ്രസന്നകുമാർ നമ്മുടെ 10ാം ക്ലാസ് 75 പഠിച്ചവരുടെ എല്ലാവരുടെയും ലിസ്റ്റും പേരും ഡീറ്റെയിൽസും ചേർത്തൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് റിലീസ് ചെയ്യണം. അത് സ്വീകരിക്കാനായി ശ്രീ M. ശ്രീകുമാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു.
ജനറൽ കൺവീനർ ശ്രീ പ്രസന്നകുമാറിനെ ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ഒരുപോലെ ആവേശഭരിതരാണ്. ഒരു വാക്കിൽ പറഞ്ഞാൽ ഇതൊരു സ്വപ്നം പോലെയാണ്. നമുക്ക് പിറകെ വന്ന 50 വർഷങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ കൂട്ടായ്മ, ഈ സംഗമം നമ്മുടെ ഹൃദയത്തിൽ ചെറുതായി കാണാതെ പോയിരുന്ന കുട്ടിക്കാലം വീണ്ടും ഉണർത്തുകയാണ്. നമ്മുടെ സ്കൂൾ ദിനങ്ങൾ, ആ പഴയ ക്ലാസ് മുറികൾ, അതിലെ ശബ്ദങ്ങൾ, അധ്യാപകരുടെ സതുപദേശങ്ങൾ, കൂട്ടുകാരുടെ ശബ്ദങ്ങൾ, കോപവും കളിയും, അതെല്ലാം ഇന്നും ഓർമ്മയെ മനസ്സിൽ നിറയുന്നു. നമ്മളെ ഒറ്റയാക്കി വിടാത്ത ആ കാലം ഇന്നും നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കുന്നു. ഇവിടെ നോക്കിയാൽ ഓരോ മുഖത്തിനും ഓരോ കഥ പറയാനുണ്ട്. ഒരാളെ നോക്കിയാൽ മനസ്സുരുകിപ്പോകുമ്പോൾ മറ്റൊരാളെ കണ്ടാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ഇത്ര അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് തോന്നും. എന്നാൽ പലതും തമാശയായി തോന്നാമെങ്കിലും പലർക്കും ജീവിതത്തിൽ ഉയരങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലർ സഞ്ചരിച്ച വഴികൾ കഠിനമായിരുന്നു. നമ്മളിൽ ധാരാളം പേർ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അതും നമ്മൾ ഈ സമയത്ത് മരിക്കേണ്ടതാണ്. ഈ സംഗമം വളരെ ഒരു വിലപ്പെട്ടതാണ്. കാരണം സൗഹൃദം എന്നത് കാലവും ദൂരവും താണ്ടി നിലനിൽക്കുന്ന ഒരു അനുഭവമാണ്. 50 വർഷത്തെ ഇടവേള കഴിഞ്ഞിട്ടും നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്ന് സംസാരിക്കാൻ, ഓർമ്മകൾ പങ്കുവെക്കാൻ അതിൽ വലിയ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. ഇത് വെറും ഒരു ഒത്തുചേരലല്ല, ഇത് നമ്മുടെ നാളുകളിലേക്ക് ഒരു വഴിയൊരുക്കലാണ്. ഇനി മുതൽ നമ്മൾ ഇനിയും വീണ്ടും കാണും, സംസാരിക്കും, ആഘോഷിക്കും. അതിനൊരു പരിപാടി തുടക്കമായി മാറട്ടെ. എന്ന് പറഞ്ഞത് ഭാവി പരിപാടിയെക്കുറിച്ച് നമ്മുടെ ഈ സംഘടനയുടെ ഭാവി പരിപാടിയെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വന്നത്, ഈ വർഷം നമ്മുടെ SLCക്ക് നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് 100% വിജയം നേടി നമ്മുടെ സ്കൂൾ അധികൃതരെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിക്കാനായിട്ട് പ്രത്യേക യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട്, സർക്കാർ സേവനങ്ങൾ തേടുന്ന പൊതുജനങ്ങളെ സഹായിക്കാനായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരെ ഉൾപ്പെടുത്തി ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കും. മൂന്നാമത്, മുനിസിപ്പാലിറ്റിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും പദ്ധതി രൂപീകരണ പ്രക്രിയയിൽ ക്രിയാത്മകമായ സഹായ സഹകരണങ്ങൾ നൽകാനായി നൈപുണ്യ സംഘം രൂപീകരിക്കും. നാലാമത്, നമ്മുടെ ആശുപത്രികളിൽ അധികൃതരെ സഹായിക്കാനായി ഒരു സന്നദ്ധ സംഘം രൂപീകരിക്കും. അഞ്ചാമത്, മുതിർന്ന പൗരന്മാർക്കായി സൗഹൃദ പരിപാടികൾ സംഘടിപ്പിക്കും. 6, നിരാലംബരായ രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കും. BHSൽ നിന്ന് ഉന്നത വിജയം നേടിയിട്ടും തുടർ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കും. 7, നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ അർഹതയുള്ളവർക്ക് ട്യൂഷൻ ഏർപ്പാട് ചെയ്യും. പിന്നെ അംഗങ്ങൾക്കായി ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കും. എല്ലാ വർഷവും ഓണം, ക്രിസ്മസ്, ഈദ് മുതലായ ആഘോഷങ്ങൾ ആഘോഷിക്കും. എല്ലാ മാസവും ഒരു ടൂർ പരിപാടി നടത്തുവാനും ഈ കൂട്ടായ്മയിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നു ചേർന്നാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുന്നതായി. അവസാനമായി, ഈ സംഗമത്തിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ കാലങ്ങളാകട്ടെ. നമ്മുടെ ഈ സൗഹൃദം, ഈ ഓർമ്മകൾ ഇന്നും നാളെയും നിലനിൽക്കട്ടെ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ നന്ദി. അടുത്തത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ S. അബ്ദുൾ നാസറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബോയ്സ് 1975-ന്റെ സംക്ഷിപ്ത പ്രവർത്തന റിപ്പോർട്ട്. 2025 ജനുവരി ആണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനെ പറ്റി 8-10 സുഹൃത്തുക്കൾ ആലോചിക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി അറിയാവുന്ന പലരെയും കൂട്ടി ശ്രീ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ ഒരു യോഗം ചേർന്നു. അതിന് 12 പേരെ കിട്ടി. ഇനി എങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവരെ കണ്ടെത്താമെന്നായി ആലോചന. അങ്ങനെ ഓർമ്മയിലുള്ളവരെയും ഓരോരുത്തരെയും കണ്ടു. എന്നാൽ പലർക്കും തങ്ങൾ ഏത് വർഷമാണ് പഠിച്ചതെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ കൂടുതൽ പേർക്കും പഠിച്ച വർഷം ഓർമ്മയിലും ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലെ ഹെഡ് മിസ്സസിനെ കണ്ട് അവരുടെ സഹായത്തോടെ
50 ആണ്ട് മുൻപുള്ള ഹാജർ പുസ്തകം പൊടി തപ്പി എടുത്തു. അതിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കൂട്ടുകാരെ തപ്പി വീണ്ടും ഇറങ്ങി. അപ്പോൾ വീണ്ടും പ്രശ്നം, പലരുടെയും അഡ്രസ് മാറിയിരിക്കുന്നു. പിന്നീട് ഒരു CBI ഡയറക്ടർ പോലെ ഒരു അന്വേഷണ പരമ്പരയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും നിന്നും കുറേ പേരെ കണ്ടുകിട്ടി. ഫെബ്രുവരിയിൽ വീണ്ടും ഒരു പൊതുയോഗം ചേർന്നു കുറ്റിക്കാട്ടിൽ വേണുഗോപാലിൻ്റെ വീട്ടിൽ വെച്ച്. അതിൽ 38 പേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. മാർച്ചിൽ ഒരു പൊതുയോഗവും ഇഫ്താർ സംഗമവും ലാൽ കില ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അതിൽ 68 പേർ സംബന്ധിച്ചു. വീണ്ടും നമ്മുടെ സ്ക്വാഡ് വർക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് നമ്മുടെ കൂട്ടായ്മ വളർന്ന് 250 മെമ്പേഴ്സ് ആയിട്ടുള്ളത് തികച്ചും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ സ്ക്വാഡ് വർക്ക് ഇനി മുതൽ നമ്മൾ ഓരോ അംഗങ്ങളെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എല്ലാ എണ്ണത്തിനെയും നമ്മൾ നുള്ളിപ്പറക്കും. നമ്മുടെ ഈ വേദിയിൽ കൊണ്ടുവരും. നമ്മൾ തമ്മിൽ കാണും, കൂട്ടും, പുനരാരംഭിക്കും. അറിയാത്തവരെ ഇപ്പോഴും പലരെയും അറിയാത്തവരെ ഇന്ന് പോലും പലരെയും കണ്ടിട്ട് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് ഞാൻ ചോദിച്ചു, പുള്ളി ചോദിച്ചു ബോയ്സിൻ്റെ മീറ്റിംഗ് ആണോ? ഞാൻ പറഞ്ഞാൽ നമ്മൾ ബോയിയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി സ്കൂളിലേക്ക് കയറ്റിയത്. നമ്മുടെ കൂടെ പഠിച്ച രോഗബാധിതനായ ഒരാൾക്ക് ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും ട്യൂഷൻ പോയിക്കൊണ്ടിരുന്ന പ്രസിദ്ധമായ ടാഗോർ കോളേജിലെ പ്രിൻസിപ്പൽ ശ്രീ രാമേന്ദ്രൻ സാറിൻ്റെ മരിച്ചപ്പോൾ നമ്മളിൽ പലരും അവിടെ പോവുകയും നമ്മുടെ കൂട്ടായ്മ വകയായി റീക്രൂട്ടുകയും ചെയ്തു. നമ്മുടെ കൂടെ പഠിച്ച 3-ാം മൂട്ടിലുള്ള വിജയൻ്റെ അമ്മ മരിച്ചപ്പോൾ കൂടുതൽ സുഹൃത്തുക്കളോടെ വരികയും നമ്മുടെ കൂട്ടായ്മ വകയായി റീക്രൂട്ടുകയും ചെയ്തു. നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ള സാമ്പത്തിക സഹായം കൂട്ടായ്മയുടെ അംഗങ്ങളിൽ നിന്ന് സ്വമേധയാ സംഭാവന തരുന്നതെന്ന് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. പബ്ലിക്കിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ യാതൊരു പാരിതോഷികമോ പണമോ കൈപ്പറ്റരുത് എന്നാണ് കൂട്ടായ്മയുടെ കൂട്ടായ തീരുമാനം. ഇനി നമുക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ട്. ഭാവി പരിപാടികൾ ജനറൽ കൺവീനർ വിശദീകരിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം ഇവിടെ 500 പേര് കൂടണം. 500 പേരല്ല, 500 പേര് ഒരു കുടുംബവും കൂടണം. ഇങ്ങനെ വളരണം. പ്രസന്നകുമാർ പറഞ്ഞ പോലെ നോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു വളരെ വിദഗ്ധമായ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ മേഖലയിലും ബിസിനസ്, എൻജിനീയറിംഗ്, മെഡിസിൻ, മാർക്കറ്റിംഗ്, സോ മെനി തിങ്സ്. ഇതൊക്കെ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ ഒരു ചിട്ടയായ പ്രവർത്തനം. എല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറെ ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വേണുഗോപാൽ സാർ, നമ്മളുടെ ഈ സുവർണ സംഗമം ഉദ്ഘാടനം ചെയ്ത കരുനാഗപ്പള്ളിയുടെ ഏറെ പ്രിയങ്കരനായ കലാകാരൻ ശ്രീ ജയകുമാർ അവറുകൾ, നമുക്കേവർക്കും വളരെ മനോഹരമായും ഹൃദ്യമായും സ്വാഗതം ആശംസിച്ച ഈ സംഗമത്തിൻ്റെ സെക്രട്ടറി ശ്രീ രാജൻ സാർ അവറുകൾ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 82 ബാച്ചിൻ്റെ ബോയ്സ് ഹൈസ്കൂളിൽ ഇതുപോലെ ഒരു സംഗമത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഹൃദ്യമായിരുന്നു ആ സംഗമവും. എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് സന്തോഷവും അഭിമാനവും തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ കണ്ടിട്ട്. അത്രത്തോളം അധ്യാപക ശ്രേഷ്ഠതയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ഈ 50 വർഷത്തിന് പിറകിലേക്ക് എല്ലാവരും പോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അനുഭവമല്ല, അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ആ ഫോട്ടോ സെഷനിൽ പലരും നമ്മുടെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +1 പഠിക്കുന്ന കുട്ടികളെ പോലെ കമൻറ്റ് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ പഠന സമയത്ത് കൂട്ടുകാരെ പേരിട്ട് വിളിച്ചത്, യഥാർത്ഥ പേരല്ല മറ്റ് പേരുകൾ വിളിച്ചുകൊണ്ട് ഓരോരുത്തരെയും അങ്ങോട്ട് വിളിക്കുന്നതൊക്കെ വളരെ സന്തോഷം തോന്നിയ ഒരു സാഹചര്യമാണ്. നമ്മളെല്ലാവരും തന്നെ ഒരുപാട് തിരക്കുകൾക്കുള്ളിലായിരുന്നു കുറേ വർഷങ്ങൾ. ഈ 50 വർഷവും പഠനവും അത് കഴിഞ്ഞ് ജോലിയും വിവിധ മേഖലകളിലായിട്ട് പ്രശസ്തരായ ഒരുപാട് പേരാണ് എനിക്ക് മുന്നിലിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ അനുഭവ സമ്പത്തും പരിചയവും ഒക്കെ ഉള്ളവരാണ് നിങ്ങളേവരും. എങ്കിലും നിങ്ങളേവരും ഈ ഒരു കൂട്ടായ്മ നിലനിർത്തി പോരണം. ഈ ഒരു സുവർണ സംഗമം നടക്കുന്നത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും ചരിത്രത്തിലെ തന്നെ എല്ലാവരും രേഖപ്പെടുത്തുന്ന ഒരവസരത്തിലാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മുടെ 1916 ബോയ്സ് ഹൈസ്കൂള് സ്ഥാപിതമായത്.
മഹാനായ CS സുബ്രഹ്മണ്യം പോറ്റി ഒരുപാട് വിദ്യാലയങ്ങൾ, അതായത് 40-ലധികം സ്കൂളുകളാണ് നമ്മുടെ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഇന്നും പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന വിദ്യാലയമാണ് ബോയ്സും ഗേൾസും. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും നമ്മുടെ ഗേൾസ് ഹൈസ്കൂള് 24ാം സ്ഥാനത്തും ബോയ്സും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏറെ അഭിമാനത്തോടു കൂടി സ്കൂൾ നിലകൊള്ളുന്ന അവസരത്തിൽ തന്നെയാണ് ഈ ഒരു സംഗമം ഇത്ര വിശാലമായിട്ട് സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ പ്രവർത്തന റിപ്പോർട്ട് ഇനി വരും കാലങ്ങളിലുള്ള ഭാവി പരിപാടികളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകട്ടെ. നമ്മുടെ സ്കൂളിനും നാടിനുമൊക്കെ ഏറെ നിങ്ങളുടെ പരിചയവും അനുഭവവും ഒക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേണുഗോപാൽ ചേട്ടൻ, ഉദ്ഘാടകൻ ജയൻ ചേട്ടൻ, രാജൻ ചേട്ടൻ, ബാക്കി വേദിയിലും സഹസ്രിക്കുന്ന ബഹുമാനികൾ, എനിക്ക് എന്നെ സ്വാഗതം ചെയ്തത് എൻ്റെ അധ്യാപകനാണ് വേണു സാർ. എൻ്റെ അധ്യാപകനായിരുന്നു. എൻ്റെ MA-ക്കും BA-ക്കും ഒക്കെ പഠിപ്പിച്ച എൻ്റെ സാറാണ്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് തന്നെ 93-ലാണ് ഈ സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലിക്ക് കയറിയത്. 94 വിവാഹം കഴിച്ചുകൂടെ വരുമ്പോൾ മുതൽ കൃഷ്ണകുമാർ സാറ്, പിന്നെ അങ്ങനെയുള്ള 2-3 ആളുകൾ ഇപ്പോഴും ജയചേട്ടൻ കൂട്ടുകാരായിട്ട് കരുതിയിരുന്ന 1-2 ആൾക്കാർ, അവരെല്ലാം ഇവിടെ മുമ്പിരിക്കും. ഞാൻ അധ്യാപകർ ഭയങ്കര സന്തോഷമുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയിൽ എന്നെ ക്ഷണിച്ചത് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇവിടെ പല ബാച്ചുകാരും കൂട്ടായ്മയായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ക്രിസ്മസിൻ്റെ പേരിലൊന്നും നമ്മളെ വിളിക്കാറില്ല. കഴിഞ്ഞ ഒരു 70 നമ്മുടെ സ്കൂളിലെ ലീലാക്ഷൻ സാറിൻ്റെ ഒരു ബാച്ചുകാർ ഇതുപോലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ ആ അധ്യാപകർ 93-ൽ ഞങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്ന പല അധ്യാപകരും ഞങ്ങളെ കാണണമെന്ന്, സരിതയും ശ്രീലീച്ചനെയും ഒക്കെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവർ ഞങ്ങളെ ക്ഷണിച്ചത്. ആ സമയത്ത് ചങ്ങരപ്പുഴ സാറൊക്കെ പെൻഷനായി പോയിരുന്നെങ്കിലും സ്ഥിരം സ്കൂളിൽ വിളിച്ചാൽ വരുമായിരുന്നു. അവർ പെൻഷൻ പറ്റുന്ന സമയത്ത് വിളിച്ചാൽ വരുന്ന അധ്യാപകരെ എല്ലാം, ഈ അധ്യാപകരെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നവർ തന്നെയായിരുന്നു. അപ്പോൾ അത്രയേറെ ഉള്ള ഒരു പരിചയം ഈ അധ്യാപകരുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇവരെ കാണുവാനും ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നതിനും ഒരുപാട് നന്ദി. അതുപോലെ പ്രസിഡന്റ് ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ ഞാൻ വരുമ്പോൾ തന്നെ സ്കൂളിൻ്റെ മുൻപിൽ ഇങ്ങനെ വന്നിരുന്ന് ഞാൻ ഒപ്പം പ്യൂൺ ഇതെല്ലാം എടുത്ത് പൊടി തട്ടി നല്ല പൊടി തട്ടിയ പൊടി പിടിച്ച് ഇവിടെ രജിസ്റ്ററുകളാണ് തപ്പിയെടുത്ത് ഒരു മാസ്കും ഒക്കെ അവിടെ ഇട്ട് അവിടെ വന്നിരുന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് ജയൻചേട്ടനോട് എന്ന് പറയും എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ വന്നിരുന്ന് ചെയ്യുന്നത്. ഒന്നല്ല, ഒരു ദിവസമല്ല, എത്രയോ ദിവസങ്ങൾ ദിവസവും കയറി വരും. ഞാൻ വരുമ്പോഴേ ചിലപ്പോൾ ഞാൻ രാജുവിനോട് പറയും വരും ചേട്ടൻ വരുന്നു എടുത്തു കൊടുക്കണേ എന്ന് പറയും. എത്രയോ ദിവസം കഷ്ടപ്പെട്ട് അത് വന്നിരുന്ന് ഓരോരുത്തരെയും കണ്ടെത്തി ആ പൊടിഞ്ഞ ഹാജർ ബുക്കുകളുടെയൊക്കെ ചേർത്ത് വെച്ച് ഒട്ടിച്ച് വെച്ചൊക്കെ ഫോട്ടോ എടുത്ത് വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഇത്രയും ഒരു ആളുകളെ സംഘടിപ്പിച്ചെടുത്തത്. അതിലൊരുപാട് കടപ്പാട് ഉണ്ട്. അപ്പോൾ ജയചേട്ടൻ ഞാൻ പറയും ഇങ്ങനെ കണ്ട് എത്രയേറെ കഷ്ടപ്പെട്ടാണ് ഇവരെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഘടനയ്ക്ക് പോകുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് എൻ്റെ 10ാം ക്ലാസ് ബാച്ച് തുടങ്ങിയിട്ട് 10 വർഷമായി ഞങ്ങളുടെ കൂട്ടായ്മ തുടങ്ങിയിട്ട്. അപ്പോൾ വാട്സാപ്പിലൊക്കെ ഇരിക്കുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു. ഇപ്പം ഇതൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ ഞാനും പറയും ഇപ്പം ജയചേട്ടൻ്റെ മനസ്സും ഒരു ചെറുപ്പത്തിൻ്റെതായി പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കൂട്ടായ്മ വന്നതിന് ശേഷം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോട്ട് എന്നോട് പറഞ്ഞോട്ട് പരിഭവവും ഇതൊക്കെ ഞാനും കേൾക്കാറുണ്ട്. എല്ലാമൊന്നും കേൾക്കാൻ സമയമില്ല, എങ്കിലും ചിലപ്പോൾ കേൾക്കാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വഴക്കിടുന്നതൊക്കെ. അതുപോലെ തന്നെ ജയൻചേട്ടനും ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ +1 പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വിളിച്ച് ചോദിച്ച് ഫാമിലിയായിട്ട് വരണ്ട എന്നുള്ള ഒരു കുട്ടികളെ കൊണ്ടുവരണ്ട എന്നൊരു ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും വരുന്നില്ല, അങ്ങനെ എൻ്റെ മക്കളെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജയൻചേട്ടനുണ്ടായൊരു ബുദ്ധിമുട്ട്, അല്ല വരണം. അപ്പോൾ അത് സാധാരണയായിട്ട് ഞാൻ വരണ്ട, ശരിയാ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയും. പക്ഷേ ഈ ഒരു കൂട്ടായ്മ ഇതുപോലെ എനിക്ക് ഇന്ന് അടുത്തൊരു ഫംഗ്ഷന് പോകേണ്ടതുണ്ട്. സാധാരണ എല്ലാ ഫംഗ്ഷനും ജയചേട്ടൻ വരും. അപ്പോൾ ഇന്ന് ഞാൻ വരത്തില്ല, നിങ്ങൾ മക്കളുമായിട്ട് പൊയ്ക്കണം, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത്രയേറെ മനസ്സിന് ചെറുപ്പം ബാധിച്ചതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ഒരു വലിയ ഒരു നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെയൊരു സംഘടിപ്പിച്ചത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ സ്കൂളിൽ നല്ലൊരു വിജയം നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് ഒരു കൂട്ടായ്മ കഴിഞ്ഞു. നല്ല കുറേ അധ്യാപകരാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. എന്നോടൊപ്പം നല്ല എല്ലാം അതായത് കൈ മെയ് മറന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന നല്ല അധ്യാപകർ.
അവിടെ പാർട്ടിപരമായ ഒരു സ്കൂൾ തന്നെയാണ്. പാർട്ടി അത് കയറിയെങ്കിലും എല്ലാ തരത്തിലുള്ള എല്ലാ പാർട്ടിക്കാർ എല്ലാ ജാതി മതത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ട് പാർട്ടിയുടേതായ വലിയ സ്വാധീനമൊന്നും അങ്ങനെ കുട്ടികളിലേക്ക് ഞങ്ങൾ ചെലുത്താറില്ല. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ പല നിങ്ങൾ അഡ്മിഷൻ കുട്ടികളെ പിടിക്കാൻ പോകുന്ന ഓരോ ഇടത്തും നമ്മൾ കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് പാർട്ടി സ്കൂളാണ് എന്നുള്ളത്. അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾ പഠിച്ചിറങ്ങിയ മക്കൾ അച്ചുമക്കളൊക്കെ കാണും, മക്കളൊക്കെ കാണും. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി. ആ ഒരു പാർട്ടി സ്കൂൾ എന്നുള്ളൊരു ബുദ്ധിമുട്ട് പഠിക്കുന്ന ഒരു കുട്ടികൾക്കും വരുത്തക്ക രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെയാണ്. അത് ഒരുപറ്റ അധ്യാപകർ നമുക്ക് നല്ല നിലയിൽ അടുത്ത വർഷം ഞാൻ പെൻഷനാവുകയാണ് എങ്കിലും നല്ല രീതിയിൽ അടുത്ത വർഷത്തെ റിസൾട്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സഹായം സ്കൂളിൽ ഉണ്ടാകണം. ഇപ്പോൾ പറഞ്ഞു കേട്ടു, അനുമോദനമൊക്കെ തരുന്നത് വളരെ സന്തോഷം, ഒത്തിരി സന്തോഷം. ഈ ഒരു കൂട്ടായ്മ വളരെ വലിയൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശിവശങ്കരപ്പിള്ള സാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാറ് ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ സാറിനെ കാണാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രദ്ധിക്കും. കാരണം സാറിനെ കണ്ടാൽ എന്തെങ്കിലും കാര്യം വീട്ടിൽ പറയുമല്ലോ നമ്മളെ പറ്റി വിചാരിച്ചു. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അച്ഛൻ ചോദിക്കും, അവൻ എങ്ങനെയുണ്ട് ഹിന്ദിക്ക്? അവന് ബാക്കി വിഷയമൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷെ ഹിന്ദി പോരാ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറയും, ഞാൻ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ആ വിഷയങ്ങളിലൊക്കെ മോശമാണെന്നാണല്ലോ പറയുന്നത്, അപ്പം ഹിന്ദിയിലെങ്കിലും ബെറ്റർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് എന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ അക്കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ വടിയൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. ജവന്മാരൊക്കെ പറഞ്ഞതുപോലെ വടി കണ്ട് പേടിച്ച് പഠിച്ചവരായിരുന്നല്ലോ. അതിൻ്റെതായിട്ടുള്ള ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. പക്ഷേ കൂടുതലും പറയാനുള്ളത് ഗുണകരമായ ഒരുപാട് സംഗതികൾ ജീവിതത്തിലുണ്ടായി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഒരു ഇഴഞ്ഞ് അക്ഷരമായി എന്ന് പറയുന്ന പോലെയാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ സ്ഥലത്തെത്തുന്നത്. അങ്ങനെ പല മേഖലകളിലെത്തിയവരാണ്, എത്തിപ്പെട്ടവരാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ഉത്സവം പോലെ കൊണ്ടാടുകയാണ് നമ്മൾ. ഒന്നുകിൽ വാട്സപ്പ് വഴിയായിരിക്കാം, അതല്ലെങ്കിൽ നേരിട്ടായിരിക്കാം. എനിക്ക് പലപ്പോഴും നേരിട്ട് വരാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഒരു തവണ വന്ന് കുറച്ച് സുഹൃത്തുക്കളെ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് ഞാൻ ശിവഗംഗയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നപ്പോൾ ഞാൻ വീട്ടിൽ ഭാര്യയോട് പറഞ്ഞു, ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ കാണുകയില്ല, ഞാൻ നാട്ടിലേക്കൊന്ന് പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല ഇവിടെ ഉണ്ടായാലും വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ബോയ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. വീട്ടിലില്ലാതിരുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ സഹോദരിമാരുണ്ട്, അവർ പക്ഷേ കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്രത്തോളം കാര്യമായി അവർ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് വേണം മനസ്സിലാക്കാൻ. എൻ്റെ ഭാര്യയോടൊന്നും പറഞ്ഞാൽ വരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നാളത്തെ ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞ് നാളെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പലർക്കും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനാണ് പ്രസന്നം കൊണ്ടുവന്ന മനോഹരമായിട്ടുള്ള പ്രപ്പോസൽ. നാളെ തൊട്ട് നമ്മൾ വീണ്ടും ആക്റ്റീവ് ആവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ളൊരു 10 വർഷമാണ് യൂത്ത് എന്ന് പറയുന്നത്. ഈ 65 തൊട്ട് 75 വരെ, അതാണ് ഏറ്റവും യൂത്ത് എന്ന് പറഞ്ഞ പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. നമ്മൾ സാധാരണ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന പോലെ ഇത് കൃത്യമായി ചാർട്ട് ചെയ്ത ഒരു ദശവത്സര പദ്ധതിയായി നമുക്ക് നടപ്പിലാക്കണം. ഒരുപാട് പ്രോജക്റ്റുകൾ പറയും, ഇത്രയും നടത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ ഒരു കൂട്ടായ്മയായിരിക്കും നമ്മുടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയാം. എനിക്ക് പീപ്പിൾ ഫോർ ബെറ്റർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു ട്രസ്റ്റുണ്ട്. അപ്പം ഞാൻ അച്ഛൻ്റെ പേരിൽ, വി രാഘവൻ പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അച്ഛൻ്റെ പേരിൽ ഒരു ചെറിയ എൻഡോമെൻറ്റ് ഏർപ്പെടുത്തുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് പോകാനായി ആഗ്രഹിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു 10,000 രൂപ കൊടുക്കുക. അത് ഈ വർഷം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ബോയ്സ് 75 ചേർന്ന്
അത് സംഘടിപ്പിക്കണം, അതിന് പറ്റിയ ആളിനെ കണ്ടുപിടിച്ച് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റു പരിപാടികളിലേക്ക് കിടക്കാം. എനിക്ക് എല്ലാ വിധത്തിലുള്ള ഒരു മാനസിക സന്തോഷം തരുന്ന സുഖകരമായ നിമിഷമാണിത്. അതുകൊണ്ട് ഈ ഒരു നിമിഷം അതേ രീതിയിൽ നിങ്ങളെല്ലാം പങ്കിടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി, നമസ്കാരം. അടുത്തത് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ശ്രീ രമേശിനെ ആശംസ പറയാൻ ക്ഷണിക്കുന്നു. പ്രിയ വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠരെ, മറ്റ് വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, അവരുടെ കൂടെ എത്തിയിട്ടുള്ള ഭാര്യമാർ, ഈ അവസരമെന്ന് പറയുന്നത്, ഈ ധന്യ മുഹൂർത്തം 1975 തുടങ്ങി 50-ാം വർഷമാകുന്ന ഈ സമയത്ത് ഇത്രയും കൂടെ പഠിച്ച കുട്ടികളെ അല്ലെങ്കിൽ കൂടെ പഠിച്ചവരെ കണ്ടുമുട്ടുക, ഇതിന് വലിയ ഒരു അനർഘ നിമിഷം ഈ ജീവിതത്തിൽ ഇനി ഉണ്ടാകാനില്ല. അതുപോലെ നമ്മൾ 75-ന് ശേഷം പല ഭാഗങ്ങളിലേക്ക് പറന്നു പോയിട്ട്, ദേശാടന പക്ഷികളെ പോലെ പറന്നു പോയിട്ട് ഇപ്പോൾ തിരികെ ഈ ഒരു കൂട്ടിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഇതൊരു ധന്യ നിമിഷമാണ്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രസന്നൻ ബുക്കെടുത്ത് തുടങ്ങി, അങ്ങനെ അതിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തി. ഇത്രയും പേരെ ഞങ്ങളിവിടെ എത്തിച്ച് ഇതുപോലുള്ള ഒരു വേദി ഉണ്ടാക്കി. ഞങ്ങൾക്കും ചാരിതാർത്ഥ്യമുണ്ട്, അതോടൊപ്പം നിങ്ങൾക്കും സന്തോഷമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ സംഗമം നമുക്ക് ഇനിയും നിലകളിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ആൾക്കാരെ ഇനിയും നമുക്ക് കണ്ടെത്താനുണ്ട്. അവരെയും കണ്ടെത്തി നമുക്ക് ഇനിയൊരു ഇതിനേക്കാൾ വലിയ സമ്മേളനങ്ങളും ഒരു സംഘാടനം നമുക്കിവിടെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ എത്തിയ എൻ്റെ എല്ലാ സഹപാഠികൾക്കും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് സംഘാടക സമിതി കൺവീനർ ശ്രീ അബ്ദുൾ വഹാബിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വേണുഗോപാൽ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ ജയകുമാർ, ബഹുമാനപ്പെട്ട നമ്മുടെ ശിവശങ്കരപ്പിള്ള സാർ, കരുനാഗപ്പള്ളി ബോയ്സിൽ സ്കൂൾ മാനേജർ ശ്രീമതി ശ്രീലത ടീച്ചർ, ഹെഡ് മിസ്സസ് ശ്രീമതി സരിത ടീച്ചർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ സ്നേഹിതന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ കാണുന്നത്, നേർക്കാഴ്ചയാണ് നാം ഇന്നിവിടെ കാണുന്നത്. ഈ ഒരു കൂട്ടായ്മ എന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ധാരാളം പരിപാടികൾ ബാക്കിയുള്ളതുകൊണ്ടും നീട്ടുന്നില്ല. ഇവിടെ സന്നിഹിതരായ എല്ലാ സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബിനികൾക്കും എൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഫുഡ് കമ്മിറ്റി കൺവീനർ ശ്രീ എ മോഹൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കെ സി വേണുഗോപാൽ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജയകുമാർ സാർ, വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചർമാർ, അതിലുപരി നമ്മുടെ സാരഥികളായ നമ്മുടെ സുഹൃത്തുക്കൾ വേണുഗോപാൽ, രാജൻ, ശശികുമാർ, പ്രസന്നകുമാർ, നാസർ തുടങ്ങി 65 വയസ്സുള്ള 15 അവരുടെ കുടുംബിനികൾ, വളരെയേറെ സന്തോഷത്തോടെയാണ് ഈ ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം ഒരു 8 പേര് ചേർന്ന് തീരുമാനിച്ച ഒരു സംഗമം ഒരു ചുരുങ്ങിയ കാലയളവുണ്ട് ഇത് നടപ്പിലാക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. അതായത് ഒരു പൂ വേണമെന്ന് ആഗ്രഹിച്ച കുട്ടിക്ക് ഒരു പൂ കൂടെ നിറച്ച് പൂ കിട്ടിയേണ്ട സംതൃപ്തി. അതാണ് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ഈ പ്രാതിനിധ്യം കൊണ്ട് മനസ്സിലാകുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഇവിടെ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള കുടുംബിനികളോട് പറയുകയാണ്, നിങ്ങൾ ഇനി പ്രോഗ്രാം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവും.
എൻ്റെ ഭർത്താവിൻ്റെ ബലപ്പെട്ട കൂട്ടുകാർ. അതൊന്നല്ല, ഇന്ന് 250 ആണെങ്കിൽ നാളെ അതിലും കൂടും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്നേഹത്തിലും സന്തോഷത്തിലും അതിലുപരി നിങ്ങളുടെ ദുഃഖകരമായ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്കുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഭർത്താവിനോട് പറയാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് അടുത്തില്ല സാധിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിളിച്ചോളൂ. ഇവിടുത്തെ ഈ കൂട്ടായ്മയുടെ സാരഥികളെ ഉറപ്പായി ഞങ്ങൾ ഓടിയെത്തുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് സത്യപ്രസ്ഥാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഈ യോഗത്തിൻ്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ള അത്താഴ വിരുന്ന് കഴിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ അതിഥികളെ, വേദിയിലും സദസ്സിലിരിക്കുന്ന അഭ്യർത്ഥരെ, അവരുടെ കുടുംബിയർ, നമ്മുടെ പരിപാടി സാധാരണ തുടങ്ങുമ്പോൾ നമ്മൾ ഏത് മീറ്റിംഗ് ആണെങ്കിലും, നമ്മൾ ഓൺലൈനായാലും ഓഫ്ലൈനായാലും, നമ്മൾ 5 മണിക്കൊരു പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞാൽ 5 മണിക്ക് തന്നെ തുടങ്ങാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നും നമ്മൾ ഈ പരിപാടി സമയബന്ധിതമായി തീർക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഇത്ര മിനിറ്റ് വീതം എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. എങ്കിൽ പോലും ഒരു 25 മിനിറ്റ് അധികം പോയൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കാതെ ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു, നമ്മുടെ ഈ കൂട്ടായ്മ എങ്ങനെയുണ്ടായി, അതിനെടുത്ത പെയിൻ, അതിന് കിട്ടിയ റിസൾട്ട്, അതാണ് പ്രധാനം. പെയിൻ എടുക്കുന്നതെല്ലാം സ്വാഭാവികമാണ്. ഒരു സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ പലപ്പോഴും അതിനെ ഇറങ്ങുന്നവർ പലപ്പോഴും പല കാര്യങ്ങളും ത്യജിച്ചും എല്ലാം നടത്തേണ്ടി വരും. പക്ഷേ ആ ശ്രമത്തിന് കിട്ടിയ റിസൾട്ടാണ് ഏറ്റവും സന്തോഷകരം. നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് പറയുമ്പോൾ തന്നെ അവർ ഓരോരുത്തരും മുന്നിട്ടിറങ്ങി. ഇന്നിപ്പോൾ ഞങ്ങൾ ഗവേണിംഗ് ബോഡിയിലൊരു 28 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 28 പേരും അവരെ ഏൽപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ വിജയകരമായ ഒരു മീറ്റിംഗ് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്ദി പറയുമ്പോൾ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഈ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. ഇത് നമുക്ക് തുടർന്നും കൊണ്ടുപോകാൻ കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായി നമ്മുടെ സംഘടനയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അധ്യക്ഷം വഹിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട വേണുവാണ്. വേണുഗോപാൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചവരാണ്. നമ്മൾ ഈ ഒരു ആ വർഷത്തെ മുഴുവൻ പേരാണെന്ന് 1974-75 വർഷത്തെ SLC ബാച്ച് മുഴുവൻ പേരുമാണ് നമ്മൾ യോഗം കൂടുന്നത്. അതിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരെ കാണുമ്പോൾ കുറച്ച് സ്നേഹം കൂടുതൽ തോന്നാറുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച വേണുവാണ് നമ്മുടെ ഈ സംഘടനയുടെ ചെയർമാൻ. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ വേണുവിന് സംഘടനയുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ യോഗത്തിന് സ്വാഗതം പറഞ്ഞ നമ്മുടെ സെക്രട്ടറി, അദ്ദേഹത്തെ പറയാതെ താഴോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ആള് തമാശക്കാരനാണ്, സീരിയസ് ആണ്, സംഘാടകനാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ചീത്ത വിളിക്കാനും കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഈ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ സംഘടനയുടെ സെക്രട്ടറിയായ ശ്രീ രാജൻ സിംഗിനെ ഞാൻ ഈ യോഗത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട ജയകുമാറാണ്. ജയകുമാർ ചേട്ടൻ ഞങ്ങളുടെ 1 വർഷം സീനിയറാണെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തേക്കാളും പ്രായമുള്ളവരാണ് നമ്മളെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, എങ്കിലും എൻ്റെ തൊട്ട് സീനിയറായിട്ട് എൻ്റെ ചേട്ടൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരാളാണ് ജയകുമാർ എന്നായിരുന്നു ഇന്ന് വരെയുള്ള എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ വെച്ചുകൊണ്ട് തന്നെ ജയകുമാറിന് നമ്മുടെ ഈ സംഘടനയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളാണ് പ്രസന്നൻ. പല ഘട്ടത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് പല തലങ്ങളുണ്ട്. പലരും ഇപ്പം
വേണുമെല്ലാം പലപ്പോഴും കാണുമ്പോൾ നമുക്ക് കൂടണ്ടേ എന്നുള്ള രീതിയിൽ പറയും. വേറൊരു തലത്തിൽ വേറെ കുറേ പേര് കിടും. പക്ഷേ 10 ബിയിലെ കുട്ടികളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി ഒരു 1.5 വർഷം മുമ്പ് തൊട്ട് തന്നെ ഇറങ്ങി ഒറ്റയ്ക്ക് തന്നെ അതിൻ്റെ പേരിൽ തുടങ്ങിയിട്ട ഒരാളാണ് പ്രസന്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനൊരു കൂട്ടായ്മയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വരുമ്പോഴാണ് അറിയുന്നത് പ്രസന്റിൻ്റെ നേതൃത്വത്തിൽ വേറൊരു ഭാഗത്ത് അവിടെയും ഈ ഇത്തരം പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ ഈ 10 ബിയുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളെല്ലാവരും കൂടെ ചെല്ലുകയും ഞങ്ങൾ ഗസ്റ്റായി പോവുകയും അങ്ങനെ ഈ 2 ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇത്രയും വിജയകരമായ രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ആ 10 ബിയിലെ കൂട്ടായ്മയുടെ കാര്യത്തിൽ പ്രസന്നനെടുത്ത എഫർട്ട് എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ എച്ച് എം പറഞ്ഞതുപോലെ രാവിലെ സ്കൂളിൽ ചെന്ന് അവിടുന്ന് ഈ ഇത് തപ്പിയെടുക്കുന്നത് മുതൽ ഓരോ വീടുകളിലും ചെന്നെത്തി ഓരോരുത്തരെയും കണ്ടെത്തുന്ന ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ആകെയുള്ളത് നമ്മുടെ അറ്റൻഡൻസ് ബുക്കായിരിക്കും. അതിൽ നിന്ന് ആളെ കണ്ടെത്തി അവരുടെ അഡ്രസ്സ് കണ്ടെത്തി അവിടെ ചെല്ലുമ്പോൾ ആ ആൾ 50 വർഷം മുമ്പ് സ്ഥലം വിട്ടുകയാണ്. അയാളുടെ പിന്നാലെ നടന്ന് അതൊരു എഫക്റ്റാണ്, ഒരു പാഠപുസ്തകമാണ്. ആ പ്രസംഗനെ ഈ സംഘടനയുടെ പേരിലും നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കും. നാസർ നമ്മുടെ ഈ നീളം പോലെ തന്നെയാണ് പ്രവർത്തനത്തിലും അദ്ദേഹം കാണിക്കുന്ന വലിപ്പം. പണ്ട് ഇത്രയൊന്നും സജീവമായിരുന്നില്ല നാസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ നാസർ എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നാസർ എടുക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്നലെ രാത്രി ഒരു 10:30 ആയപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഓരോ കാര്യം അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നാസർ വളരെയേറെ പെയിൻ എടുക്കുന്നുണ്ട്. നാസറിന് ഈ സംഘടനയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീപ്രകാശ് നമ്മുടെ മുമ്പിലിരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്, വലിയ ചിത്രകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ 2 ചിത്രരചനാ പുസ്തകങ്ങൾ തന്നെ പുറത്തിറക്കി പ്രകാശനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആൻഡമാൻ നിക്കോബർ ഐലൻഡിലായിരുന്നു ജോലി. ആൻഡമാൻ നിക്കോബർ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ, അവിടുത്തെ ടൂറിസത്തിൻ്റെ ബ്രോഷറുകൾ തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. നമ്മുടെ ഈ നോട്ടീസിൻ്റെ ഈ കവർ ചിത്രം അദ്ദേഹം വരച്ചതാണ്. നേരത്തെ നമ്മുടെ രാജ്യം സൂചിപ്പിച്ചതാണ്. നമ്മുടെ പഴയ സ്കൂളാണിത്. നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടാകും. പഴയ പ്ലാറ്റ്ഫോം ക്ലാസ്, ഈ ഹാളിനിടയിലുണ്ടായിരുന്ന ആ വലിയ വാഗമരം, പപ്പ സാറിൻ്റെ ആ മുറി, ആ ഇത് മാത്രമേ നിലവിലുള്ളൂ. ബാക്കി ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ പഴയ സ്കൂളിൻ്റെ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് നിർദ്ദേശിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ശ്രീപ്രകാശ് വരച്ചതാണ് ഈ നമ്മുടെ ഈ നോട്ടീസിലുള്ള ഇതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഈ തത്സമയ ചിത്രരചന അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും സംഘടനയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെത്തിയ 2 അതിഥികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ ശ്രീമതി ശ്രീധര ടീച്ചറും അതുപോലെ എച്ച്.എം ശ്രീമതി സന്ദ ടീച്ചറും. ഇതിനകത്ത് സന്ദ ടീച്ചറിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ വന്നിരിക്കുന്ന പലരും ക്ലാസ്മേറ്റ്സിനോടൊപ്പം തന്നെ അവരുടെ സഹധർമ്മിണിമാരുമാണ്. അതുപോലെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ജയമോഹൻ്റെ ഭാര്യയാണെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഈ 2 പേർക്കും സംഘടനയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുമുള്ള ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ സമയം ഇതിനുവേണ്ടി ഞാൻ ലഭിക്കുന്നില്ല, നമ്മൾ സമയബന്ധമായി കിട്ടണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ തന്നെ ഭാഗമായ ശ്രീ PR അജിത്കുമാർ, അബ്ദുൽ വഹാബ്, രമേശ്, മോഹനൻ തുടങ്ങിയ ഓരോ ഉത്തരവാദിത്തങ്ങളും ഏറ്റു നടപ്പിലാക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും സംഘടനയുടെ പേരിൽ വ്യക്തിപരമായ നിലയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ഇതിന് ശേഷമുള്ള പരിപാടികൾ അതിനകത്ത്
രാജൻ സൂചിപ്പിച്ചതുപോലെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ലഘു നാടകമാണ്. ആ നാടകത്തിൻ്റെ സാക്ഷാത്കാരം പ്രിയപ്പെട്ട ഷിഹാബും അതുപോലെ തന്നെ രായൻ സാറും കൂടാണ്. ഇവരെ രണ്ടുപേർക്കും അതിനകത്ത് അഭിനയിക്കുന്ന നമ്മുടെ തന്നെ സുഹൃത്തുക്കൾക്കും സംഘടനകളിലും വ്യക്തിപരമായ നിലയിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ വന്നെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.